എനിക്ക് ഹലോ ഗൈസ്, നമ്മളങ്ങനെ വെല്ലൂരിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ താമസിച്ച ഹോട്ടലിൽ ജിമ്മിൻ്റെ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കാണ് ആദ്യം തന്നെ പോയത്. ചെന്ന സ്ഥിതിക്ക് പിന്നെ എല്ലാത്തിലും ഒന്ന് കൈവച്ചില്ലെങ്കിൽ മോശമല്ലെന്ന് ഓർത്ത് എല്ലാ ഐറ്റംസിലും ഒന്ന് കയറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തൊട്ടുപുറത്തുള്ള സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ പോയത്. കെട്ടിന് ഏതായാലും ഇറങ്ങി നീന്തുകയൊക്കെ ചെയ്തു. എനിക്കതറിയാത്തതുകൊണ്ട് തന്നെ ചുമ്മാ ഇറങ്ങി 2 പോസ്റ്റ് ഇട്ടിട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ റെഡി ആയിട്ട് നമുക്ക് അവിടുന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് ചെന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ വെല്ലൂരിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഇനി പോകുന്നത് എലഗിരി എന്ന തമിഴ്നാട്ടിലെ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. വെല്ലൂരിൽ നിന്നും 90 കിലോമീറ്റർ ആയിട്ടുള്ളത്. പോകുന്ന വഴിയിലുടനീളം തന്നെ വളഞ്ഞ കുറേ ഹെയർ പിൻ വളവുകളും നല്ല കാടും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മിനി ഊട്ടി എന്നാണ് ഇവിടുത്തെ സഞ്ചാരികളൊക്കെ ഇതിനെ വിളിക്കുന്നത്. വേനൽക്കാലത്ത് പോലും 20-25 ഡിഗ്രി മാത്രമേ ചൂട് ഇവിടെയുള്ളൂ. എപ്പോഴും വർഷം മൊത്തം തണുപ്പുള്ള ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ്. ആദ്യം തന്നെ നമ്മൾ പോയത് പൂങ്കാനൂർ തടാകത്തിലാണ്. അതൊരു കൃത്രിമ തടാകമാണ് കേട്ടോ. അവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള പാർക്കും അടുത്തുണ്ട്. അവിടുന്ന് ശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് ത്രിൽ വാലി എന്നൊരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. എലഗിരിയിൽ ധാരാളം ഇതുപോലത്തെ അഡ്വഞ്ചർ പാർക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിൽ വാലി എന്നുള്ളത്. നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി ഓരോ പാക്കേജുകൾ പോലെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്, റൈഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ എന്തായാലും മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ സ്ലിംഗ് ഷോട്ട് എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും എലഗിരിയിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിട്ടോ കാണുന്നത്. ഉയരത്തിൽ ബാൻഡിൽ തൂങ്ങിക്കിടക്കുന്ന നമ്മൾ ഏതായാലും കവണയിൽ എറിയുന്ന പോലെ വലിച്ചു വിടുന്ന ഒരു പ്രത്യേകതരം ആക്ടിവിറ്റിയാണ് കേട്ടോ. പേടിക്കണ്ട. പിടിച്ചു കയറിക്കോ, അത് ഉരുണ്ട് പോകുന്നില്ല. കൈവിട് പോ, കരയരുത് അടി, എന്നെ ഒന്നും ചെയ്യില്ല. എന്തിയേ ഇത്ര ഉണ്ടായാലും പേടിച്ചു. കണ്ണടക്കല്ലേ, കണ്ണുറക്കെ. അടിപൊളിയല്ലേ? ഒന്നും ചെയ്യണ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? വാ തുറക്കണം, നല്ല ദിവസം ഉണ്ടാവുള്ളൂ. വാ തുറക്ക. എന്തായാ അത് നന്നായി. ഓ, അങ്ങനെ ഉണ്ടല്ലേ? എനിക്കറിയില്ലായിരുന്നിട്ടാ. തല തിരിഞ്ഞില്ല നിന്റെ? അതുകൊണ്ട് നിന്റെ കാര്യം ഇങ്ങനെ പുറകോട്ട് വയ്ക്കാൻ പറഞ്ഞേ. എനിക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹ്യൂമൻ സ്ലിംഗ് ഷോട്ട് ചെയ്തു കേട്ടോ. വളരെ ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്നുള്ളത് പറയാൻ കിട്ടുന്നില്ല. കിട്ടി ശരിക്കും. ആ വലിച്ചിട്ട് മതിയായ മാക്സിമം വലിഞ്ഞു തോന്നുകയാണെങ്കിൽ വിട്ടോ. കൈവിട്.
ഞാൻ വിടണ. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ആർച്ചറിയും വാട്ടർ സോർബിങ്ങും പിന്നെ ATV റൈഡും ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ എടുത്ത പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. അതല്ലാതെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ஓட்ட தெரியாதுங்க. എടാ ഓടിക്കണേ, നീയാണ് ഓടിക്കണേ. അങ്ങനെ ത്രിൽ വാലിയിൽ അടിച്ചു പൊളിച്ചെന്ന് പറയാം. നമ്മുടെ ഈ ഉള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.